അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസനത്തിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭാ യോഗം. ഇതോടെ 5 സ്റ്റേഷനുകൾ കൂടി പദ്ധതിയുടെ ഭാഗമാകും. മെട്രോ ശൃംഖലയുടെ ആകെ നീളം 77.63 കിലോമീറ്ററായി ഉയരും. 2169.04 കോടി രൂപയാണ് പദ്ധതി ചെലവ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് ഉണ്ട്. ദിലീപ്, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 വർഷം അധികാരത്തിൽ പൂർത്തിയാക്കുന്ന സമയമാണ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ളൊരു പദ്ധതിക്ക് കൂടി ഇന്നത്തെ ഈ പറയുന്ന രീതിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പദ്ധതിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ദിലീപ്. പ്രജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു ചരിത്രമായ ദിവസമാണ് ഇന്ന്. തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. മുൻപ് ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 4398 ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി 4399 ദിവസമാക്കി വലിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും അതോടൊപ്പം തന്നെ ഇന്ന് ചേർന്ന ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടായത്. അഹമ്മദാബാദ് മെട്രോ റെയിൽവേ പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസനത്തിനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി പുതിയ 5 മെട്രോ സ്റ്റേഷനുകൾ കൂടുതൽ ഉൾപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ആകെ നീളമെന്ന് പറയുന്നത് 77.63 കിലോമീറ്റർ ആവും. നഗരത്തിലും പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും യാത്രക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി അടിയന്തരമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 2169 കോടി രൂപ ഇപ്പോൾ ചെലവ് കണക്കാക്കുന്നുണ്ട്. അത് അധികം വൈകാതെ തന്നെ ഇത് പദ്ധതിയുമായി അല്ലെങ്കിൽ മെട്രോ റെയിൽവേയുടെ പണികൾ ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രജിത്ത്. ഓക്കെ ദിലീപ്, എന്തായാലും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിക്ക് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലെയുള്ള വികസന പദ്ധതികൾ ഈ പ്രധാന ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഹമ്മദാബാദ് മെട്രോ റെയിൽ അടക്കമുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്.